എല്ലാ നല്ല സാധനവും പാലും പഴവും മാത്രമല്ല, ബിരിയാണി നെയ്ച്ചോറും സകലും അള്ളാഹ് അർപ്പിക്കലല്ലേ നമ്മളെ പണി അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റും. സകല പെണ്ണുങ്ങളും അള്ളാഹ്, സകല സമ്പാദ്യങ്ങളും അള്ളാഹ്, സകല ഭോഗ വസ്തുക്കൾ, ഈ ഭോഗം എന്നുള്ള പണി തന്നെ അള്ളാഹ് കണ്ട. ഭോഗം എന്നുള്ള പണി തന്നെ സൃഷ്ടിയുടെ പണിയല്ലേ? അള്ളാഹ് ഏതെങ്കിലും ഈ ഭോഗ വസ്തുവിനല്ലാതെ തയ്യിബാത്ത് എന്ന് അറബി സാഹിത്യത്തിൽ അർത്ഥമുണ്ടോ? സീയൻ അവിടെ അങ്ങനെ അതുപോലെ ജമാഅത്ത് മൗലവിമാർ കൂടി ചേർന്ന്, ആരും കുറ്റം പറയില്ല കേട്ടോ, ഓരോരുത്തർ കിടന്ന് ഉരുണ്ട് പൊളിഞ്ഞ് തോലൊക്കെ പോയി എന്നല്ലാതെ സംഗതി നേരായില്ല. തഹിയാത്തിന്റെ വഷളത്ത തയ്യിബാത്തിന്റെ വഷളത്തരം ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുക. അള്ളാഹുവിനോട് വഷളം പറയാ ചെയ്യുന്നത്. കോട്ടെ കഴിഞ്ഞു. പിന്നെ നബിന്റെ നേർക്കാ തിരിയുന്നത്. അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു, എടോ നബി എനക്കൊരു സലാം ഉണ്ടാവട്ടെ. മര്യാദ കുറത്താൻ പറഞ്ഞൂടെ? എടോ നബി എനക്കൊരു സലാം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എവിടെ പറഞ്ഞത്? ആരോടാ ഈ പറഞ്ഞത്? എവിടെ നിന്നിട്ട് സംസാരിക്കുന്നത്? അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, വണക്കത്തോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ, വിനയത്തോടുകൂടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോടത്ത് പിന്നെ എന്താ പറയണമെന്ന് അറിയോ? അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു, ഏ നബിയെ, ഏ നബി എന്നോടത്ത് എടോ നബി എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. അത് കൃത്രിമം പറയലോട്ടോ. അസ്സലാമു അലൈക്ക, നിനക്ക് ഒരു സലാം ഉണ്ടാവട്ടെ എന്നാ പറയണത്. നിനക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എടോ ചങ്ങാതി എന്നൊക്കെ പിന്നെ അവിടെ നാട്ടിലെ ഭാഷ. നിനക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം പിന്നെ തങ്ങളെ പെങ്ങളെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അപ്പൊ പിന്നെ എടോ തന്നെ പിന്നത്തെ വാക്ക്, പിന്നത്തെ പരിഭാഷ തന്നെ. നിനക്ക് എന്ന് പറയരുത്. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ബഹുവചനം, പൂജക ബഹുവചനം എന്ന് പറയും. അതാണോ നമ്മുടെ അമ്മ പറയുകയാണെങ്കിൽ എന്താ പറയാ? അസ്സലാമു അലൈക്കും. പിന്നെ അസ്സലാമു അലൈക്കും അവിടെ ലേശം പറയാണ്ട്, ലേശം എല്ലാവരും പാട് പറയാണ്ട്. ഇത് പറഞ്ഞാൽ തീരണ്ടേ? നമ്മളിപ്പോ എല്ലാവരും കണ്ടാൽ എന്താ പറയാ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. എല്ലാവരും നിങ്ങൾക്ക് എന്നല്ലേ, നിനക്ക് എന്നല്ലല്ലോ. നബിയോട് പറയുമ്പോ അലൈക്ക എന്നല്ലാതെ പറയരുത് എന്ന് അബൂ ഹുറൈറ നമ്മളെ സ്വകാര്യം പറഞ്ഞ് അല്ലെങ്കിൽ പരസ്യമായിട്ട് വയല് പറഞ്ഞ് പഠിപ്പിക്കുമ്പോ നമ്മളൊന്ന് ചോദിക്കണ്ടേ? എന്താ അബൂ ഹുറൈറ, ഞങ്ങളുടെ നബിക്ക് ബഹുമാനം വേണ്ടേ? അസ്സലാമു അലൈക്ക എന്ന് പറയാൻ പറയണത്. അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. ചോദിച്ചാൽ തരാടും. മുഅവിയാന്റെ ഭരണകാര. അപ്പൊ അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു എന്ന് ഒരു വിളി എന്തിനാണ് അവിടെ? അപ്പൊ അതിനെ പറഞ്ഞത് വിളിയല്ല, അത് ഇഖ്തിസാസാണെന്നാ. എന്തോ ഒരു കഷ്ടമാണ് ഈ സാധാരണക്കാരത്തെ കഷ്ടത്തിലാക്കാൻ വേണ്ടി ഓരോരോ സാങ്കേതിക പദങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വിളിയല്ല, ഇഖ്തിസാസാണെന്ന്. എന്താ ഇഖ്തിസാസ് എന്ന് പറഞ്ഞത്? അറബി വ്യാകരണ ബുക്കിൽ അങ്ങനെ ഒരു അധ്യായം ഉണ്ടാക്കിയോ. ഇതിനെ അധ്യായം എന്ന് പറയുന്നത് ഈ അയ്യുഹ നബി പോലുള്ളതായിട്ട് ഉൾപ്പെടുത്താനാണ്. അയ്യുഹ എന്ന് പറഞ്ഞാൽ വിളിക്കണില്ല, ഒരു ഇഖ്തിസാസാക്കൽ, നേരിട്ട് ആളെ നിർണയിക്കലേ ഉള്ളൂ എന്ന്. അയ്യുഹ നബിയുടെ അർത്ഥം നിർണയിക്കലേ ഉള്ളൂ, വിളിയില്ലാണ്. ഖുർആൻ ഒന്ന് പഠിക്കട്ടെ. യൂസുഫ് നബിന്റെ കൊട്ടാരത്തിൽ നിന്ന് അവിടുത്തെ സിപാഹിനെ കൊണ്ട് വിളിച്ചുറപ്പിച്ചു, വിളംബരം ചെയ്യിപ്പിച്ചു. യാത്രക്കാരെ നിൽക്കൂ, അവിടെ നിങ്ങളുടെ കള്ളന്മാരാണ്, ഇന്നക്കുംടെ സാരിക്കും എന്ന് വിളംബരം ചെയ്തു, ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയ്യുഹൽ മുജ്രിമൂൻ, ഇതാ നിങ്ങളെ ഇതിന്റെ ഇടയിൽ കൂട്ടം കലർന്ന് നിൽക്കണ്ട, നിങ്ങളൊക്കെ ഒന്ന് വേറെ നിന്നാട്ടെ. അയ്യുഹൽ മുജ്രിമൂൻ, ധിക്കാരികളെ, തമ്മാടികളെ വേറി നിൽക്കൂ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ. ഈ അയ്യുഹ എന്ന് പറഞ്ഞാൽ വിളിയല്ല എന്ന് പറയുന്ന അവരെ പറയേണ്ട പേരുണ്ട്. ഞാൻ ഇപ്പൊ പേരൊന്നും പറഞ്ഞില്ല, നിങ്ങളെ മാനിച്ചിട്ട്. ഇത് വിളിയാണ്. അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും വിളിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണ്ട, വിളിക്കാൻ പാടില്ല എന്ന് അത് കേട്ടു. ഇപ്പൊ പറഞ്ഞെന്താ? ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ, പ്രാർത്ഥിക്കണില്ല. വിളിക്കാൻ തന്നെ പാടി പറഞ്ഞാൽ പിന്നെ എല്ലാ പള്ളിയും അള്ളാഹ്ക്കുള്ളതാണ്. പിന്നെ അവിടെ വന്ന് ചെന്നിട്ട് മൊയ്തീൻ സെഹനിയും ബദരീങ്ങളെയും ലാത്തനിയും ഒഴിസനിയും ഇവരൊന്നും വിളിക്കണ്ട, ഒരു വിളി ഇവരൊന്നും പറയണ്ട. പറയാൻ ആൾക്കാരും വയ്ക്കും. അപ്പൊ ഒരൊറ്റ വിളിയാണ്ട് വിളിച്ചിട്ട് തടി കഴിച്ചിലാക്കാം. പണ്ട് കുറുക്കം പറഞ്ഞാൽ മതി, ആമയെ ചുടുമ്പോ മലർത്തി ചുടണം, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പ് തടിയൊക്കെ വരും എന്നതുപോലെ ഒരു വിളിയാണ്ട് വിളിച്ചിട്ട് ഇനി ഒന്നും പറയണ്ട. ഒരുത്തക്കട് വിത്തിട്ടില്ലേ, എന്തിനാ പറയണേ? ഈ ഒരൊറ്റ വിളി നബിയെ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ സലാം ചൊല്ലുന്ന അവസരത്തിൽ ലോകത്തുള്ള സകല ആൾക്കാരും കേൾക്കുന്നുണ്ട്. അല്ല, സലാം ചൊല്ലുന്നതൊക്കെ നബി കേൾക്കുന്നുണ്ട്. പിന്നെ നബിന്റെ ചെട് അന്താരാഷ്ട്ര റേഡിയോവാ. അങ്ങനെ എവിടുന്ന് സലാം ചെല്ലിയാലും അവിടേക്ക് കേൾക്കും. റേഡിയോ അല്ല, എക്സ്ചേഞ്ചാ. എവിടുന്ന് ഏത് ഭൂലോകത്ത് എവിടെ നിന്നിട്ട് സലാം ചെല്ലിയാലും നബി കേൾക്കുന്നു. ഈ അബൂ ഹുറൈറ പഠിപ്പിച്ചു. എന്നതിലല്ലേ ശിർക്കാണ്ട് ശരിയാവുള്ളൂ. എവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്ന് സലാം ചെല്ലിയിരുന്നാലും നബി കേൾക്കും. അത് തന്നെയാണ് അള്ളാന്റെ സ്ഥിതി. അപ്പൊ അള്ളാഹുവിനെ പോലുള്ള കേൾവി നബിക്കുണ്ട് എന്ന് സ്ഥാപിക്കലാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നുള്ള സലാം ചെല്ലൽ നമസ്കാരത്തിൽ അബൂ ഹുറൈറ വിത്തിട്ടതിന്റെ ലക്ഷ്യം അതാണ്. ശിർക്ക്, ഏറ്റവും വലിയ ശിർക്ക്. അത്തരത്തിലുള്ള സലാം നമ്മളെ പഠിപ്പിച്ചു. അസ്സലാമു അലൈക്കും എന്ന് പഠിപ്പിച്ചതോ അവിടെ ഒരു കുരുത്തക്കേട്. ഖുർആനിൽ
35 സ്ഥലത്ത് സലാം ചെല്ലേണ്ട രൂപം ഇന്നതാണെന്ന് അള്ളാഹ് പഠിപ്പിച്ചതാ. 35 സ്ഥലത്തുണ്ട്. എന്നെയൊക്കെ എല്ലാവർക്കും കാണാം. ഇപ്പൊ ഖുർആൻ പഠിക്കൽ തുടങ്ങിയല്ലോ. ഇതൊക്കെ എന്തേ മുമ്പ് പറയാൻ അതിന്റെ ഇടയിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയണേ. ഇതൊക്കെ എന്തേ മുമ്പാരും പറയാൻ? മുമ്പ് ഖുർആൻ നോക്കണ പണി ആർക്കും ഇല്ല. 1300 കൊല്ലം വരെ ഖുർആൻ പൂഴ്ച വെച്ചു, പരിഭാഷ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചു. ഒരാളും പരിഭാഷ ചെയ്യലില്ല, പരിഭാഷ ചെയ്ത് കൊടുക്കൂല, വായിക്കാൻ ബുക്കില്ല, ഗ്രന്ഥമില്ല, ഒന്നുമില്ല. ഇപ്പൊ 100 ഭാഷകളിലേക്ക് ഖുർആൻ പരിഭാഷ വന്നു. എല്ലാവരും വായിച്ചു, പഠിച്ചുകൊണ്ടിരിക്കാം. 35 സ്ഥലത്ത് കാണാം എങ്ങനെ സലാം ജില്ല എന്ന് ഖുർആനിൽ പറഞ്ഞത്. സലാം 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 എന്നല്ലാതെ, സലാം അലൈക്കും എന്നല്ലാതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ഥലം ഖുർആനിലില്ല. രൂപം പറഞ്ഞിട്ട് 35 സ്ഥലത്തും സലാം സലാം എന്ന് അൽ എന്ന പ്രത്യയം കൂടാതെ സലാം അലൈക്കും എന്ന് മാത്രമേ പറയാൻ അള്ളാഹു പറഞ്ഞുള്ളൂ. നമ്മളിപ്പോ ചെല്ലിപ്പോണ്ടല്ലോ. അതെ, നമ്മളിപ്പോ കുറ്റക്കാരല്ല, അബദ്ധത്തെ അറിയാതെ ചെല്ലാണ്, ചെല്ലട്ടെ, കൊല്ലിട്ടൊന്നുമില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞത് എന്താന്ന് പഠിക്കണ്ടേ? അള്ളാഹ് നമ്മളോട് സലാം അലൈക്കും എന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞാടത്ത് അസ്സലാമൂനെ ചെല്ലാൻ പാടുള്ളൂ എന്ന് അബൂ ഹുറൈറ പഠിപ്പിച്ചത് എന്തിന് നമ്മൾ സ്വീകരിച്ചു? അതാ ചോദ്യം. അള്ളാഹ് 35 പ്രാവശ്യം പറഞ്ഞ് എന്തുകൊണ്ട് നമ്മൾ കേട്ടില്ല? നമ്മൾ കേൾക്കാല്ലോ കേട്ടോ. നമുക്ക് ഖുർആൻ പരിഭാഷ ചെയ്തെന്നില്ല, പഠിപ്പിച്ചു തന്നില്ല. അപ്പൊ 1300 കൊല്ലം അബൂ ഹുറൈറയുടെ പിന്നിൽ കൂടി. ഇനി അത് പറ്റൂല, ഖുർആന്റെ പിന്നിൽ കൂടണം എന്നാ പോയി പറയണത്. ഖുർആനിൽ പറയുന്നത് സലാം അലൈക്കും എന്ന് ചെല്ലലാണ് ഭംഗി, അതാണ് വേണ്ടത്. എന്നാ ദുരുദ്ദേശം കടത്തിക്കൂട്ടാൻ കഴിയില്ല. ഏതെങ്കിലും അവിടെ സലാം അവിടെ പേപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ പറഞ്ഞതറിയാം? പിന്നെ നബിന്റെ പേരിൽ ഒരു സലാത്തില്ല. അതും കൂടി കഴിഞ്ഞിട്ട് മസീദ് ആദ്യം പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. കുരുത്തക്കട ഏതാണ്ട് പ്രധാനപ്പെട്ട ഇതിനുള്ള ഭവിഷ്യത്തുകളൊക്കെ മനസ്സിലായില്ലേ? ഒരു സലാത്ത് ചെല്ലലും കൂടി കൂട്ടത്തിലെന്ന് പറഞ്ഞേക്കാം. നമുക്ക് വലിയൊരു സലാത്ത് ചെല്ലലുണ്ട്. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള 100 കോടിയിൽ 95 കോടിയും ഇപ്പൊ സലാത്ത് കൊണ്ടാ ജീവിക്കുന്നത്. 1 മാസം വന്നാൽ പിന്നെ 100 സലാത്ത്. അതിൽ ആദ്യം 10, അവസാനം 10, നറുക്കെട്ട്, ഇങ്ങനെ സലാത്തോട് സലാത്ത്. പിന്നെ വ്യാഴാഴ്ച രാവിലെ സലാത്ത് സമ്മേളനം, സലാത്ത് യോഗതൊക്കെ ഉണ്ട്. പിന്നെ സലാത്ത് ജാതി. ഇപ്പൊ എന്താ പറയാനുള്ളത്? സലാത്ത് ജാതി ഉണ്ട്. കളിയൊക്കെല്ലോ. പക്ഷെ എന്താ ഈ പറയണത് എന്ന് നമ്മളൊന്ന് നോക്കണ്ടേ? എന്താണ് ഈ സലാത്ത് ജാതിയിലും സലാത്ത് സമ്മേളനത്തിലും സലാത്ത് യോഗത്തിലും നിസ്കാരത്തിലും ഒക്കെ നമ്മൾ സലാത്ത് ചെല്ലുമ്പോ എന്താ പറയണത്? ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി. അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചൊല്ലുന്നു എന്നർത്ഥം വെച്ചോറും. നമ്മളത് കേട്ടു, ശ്രദ്ധിക്കണം. അള്ളാഹും അവന്റെ മലക്കുകളും നബിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ട് സത്യവിശ്വാസികളെ, സല്ലു അലൻ നബിയ്യി വസല്ലിമൂ തസ്ലീമ. സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമ. നിങ്ങളും നബിക്ക് സലാത്ത് ചെല്ലണം, സലാമും ചെല്ലണം. അപ്പൊ ആദ്യം മുതൽക്ക് ഒന്നുകൂടി അർത്ഥം വയ്ക്കാം. അള്ളാഹും അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോ എന്തായി? അള്ളാഹു ഇങ്ങനെ ഇരുന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം എന്ന് ചെല്ലുന്നുണ്ടെന്നോ? എന്താ പോയി പറയണത്? അപ്പൊ അള്ളാഹു ചെല്ലുന്നുണ്ട് എന്ന് അർത്ഥം വെക്കാൻ പാടുണ്ടോ? അപ്പോഴാ കണ്ണു വീഴ്ചത്. അത് ശരിയാ. അള്ളാഹു സലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂലല്ലോ. പറ്റൂല, ഉറപ്പിച്ചോളി, പറ്റൂല. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി. അള്ളാഹും അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചെല്ലുന്നു എന്ന് പറയുന്നത് നുണ. പറയാൻ പാടില്ല, അസംബന്ധം. അപ്പൊ അള്ളാഹു അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചെയ്യുന്നു എന്നാക്കാം, കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറയണം. അള്ളാഹും അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചെയ്യുന്നു. എന്താ സലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ? റഹ്മത്ത് ചെയ്യ, കരുണ ചെയ്യ, അതാണ് സലാത്ത് ചെയ്യാന്ന് പറഞ്ഞത്. നബിക്ക് കരുണ ചെയ്യാം. അള്ളാഹു മലക്കുകളും അള്ളാഹുവിനനുസരിച്ച് കരുണ അള്ളാഹു ചെയ്യും, മലക്കുകൾക്കനുസരിച്ച് കരുണ മലക്കുകളും ചെയ്യും. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി. നിങ്ങളും നബിക്ക് കരുണ. പിന്നെ നീ ചെല്ലണ്ട, ചെല്ലൽ പൊളിഞ്ഞി, ചെല്ലലാദ്യം പൊളിഞ്ഞി. ഇനി നിങ്ങളും നബിക്ക് കരുണ ചെയ്യണം എന്നായി. നിങ്ങളും കരുണ ചെയ്യണം, അത് കാര്യം. അള്ളയും മലക്കുകളും അവർക്കനുസരിച്ച് കരുണ നബിക്ക് ചെയ്യുന്നുണ്ട്. സത്യവിശ്വാസികളായ നിങ്ങൾക്കനുസരിച്ച കരുണ നബിക്ക് നിങ്ങളും ചെയ്യണം. ആരോടായി പറഞ്ഞത്? സഹാബികളോടാ പറഞ്ഞത്. എന്താ കരുണ? നബിക്ക് കരുണ ചെയ്യാനുള്ളത്. നബിനെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ നടക്കുന്നുണ്ട്, സംരക്ഷിക്കണം. നബിക്ക് ചിലപ്പോ ദാരിദ്ര്യം പട്ടിണിയൊക്കെ വരും, അപ്പൊ പോയിട്ട് സഹായിക്കണം. പൈസ, ഗോതമ്പോ, ബാറിലോ എന്താണുള്ള ഇച്ചാക്കെ തിന്നാൻ കൊടുത്തിട്ടേ നബിനെ പട്ടിണിയിട്ട് കൊല്ലരുത്. കഴിവുള്ള ആൾക്കാർ അതാ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅംവാലിഹിം. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നബി അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അവരുടെ ധനത്തെക്കാളും അവരുടെ ശരീരം ആദ്യം ചെയ്യണം. ശരിയാണെങ്കിൽ നബിന്റെ പിന്നെ നശിക്കാൻ പാടുള്ളൂ. അതുപോലെ പട്ടിണി എടുക്കുകയാണെങ്കിൽ ആദ്യം അവര് പട്ടിണി എടുക്കുക, നബിനെ പട്ടിണിക്കിടാൻ പാടില്ല. ശത്രുക്കൾ വരുമ്പോൾ നബിനെ അടുത്ത് ഓടിയെത്തുക. അങ്ങനെ ഓടിയെത്താത്തതിന്റെ പേരിൽ ഉഹദ് യുദ്ധത്തിൽ പല്ലുപോയി. അത്തരത്തിൽ നബിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്, നബിനെ നിങ്ങൾ സഹായിക്കണം. നബിന്റെ ദാരിദ്ര്യത്തിലും അവസ്ഥയിലും കഷ്ടപ്പാടിലും ദ്രോഹങ്ങൾ വരുന്നിടത്തൊക്കെ നിങ്ങൾ പ്രതിരോധ ശക്തി സൃഷ്ടിക്കണം. അങ്ങനെ രക്ഷിക്കണം എന്നാ പോയി പറയണത്. ഇനിയിപ്പോ എന്താ പറഞ്ഞത്?
എല്ലാവരും കൂടി ഒന്ന് ചെല്ലുക. അല്ലാഹുമ്മ സല്ലി